ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2024 സെപ്റ്റംബർ 3-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ കറണ്ട് അഫയേഴ്സ് PDF നോട്ട്സ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് ഫോറം ഓൺ ചൈന ആഫ്രിക്ക കോപ്പറേഷൻ ആണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഫോറം എന്നുള്ളത് നോക്കാം. ഇത് ചൈന ആൻഡ് ആഫ്രിക്കൻ നേഷൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൂടുതൽ ദൃഢമാകുന്നതിന് വേണ്ടി 2000 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഫോറമാണ്. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2000 ടു എൻഹാൻസ് the strategic partnership between China and African nations. It serves as a platform for collective dialogue and cooperation in various sectors including trade, investment and development. അതായത് കച്ചവടം, ഇൻവെസ്റ്റ്മെന്റ്, ഡെവലപ്മെന്റ് ഈ മേഖലകളിലെല്ലാം അല്ലെങ്കിൽ ഇതുപോലെയുള്ള പല മേഖലകളിലും സഹകരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കളക്റ്റീവ് പ്ലാറ്റ്ഫോമാണ് ഫോറം ഓൺ ചൈന ആഫ്രിക്ക കോപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഫോറം വഴി ചൈന പല ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഒരുപാട് ലോണുകൾ കൊടുക്കുന്നുണ്ട്. 2000 മുതൽ ഈ ഒരു പീരീഡ് വരെ, ഇപ്പോഴത്തെ ഒരു ടൈം വരെ ഒരുപാട് ലോൺസ് ചൈന ആഫ്രിക്കൻ നേഷൻസിന് കൊടുക്കുന്നുണ്ട്. ചൈനീസ് ലോൺസ് ടു ആഫ്രിക്കൻ കൺട്രീസ് എമൗണ്ടഡ് ടു അപ്രോക്സിമേറ്റ്ലി $170 billion from 2000 to 2022. However, Chinese lenders represent only about 12% of Africa's total public and private debt, indicating that China is not the primary creditor. അതായത് അപ്പൊ ചൈന ആഫ്രിക്കൻ നേഷൻസിന് കൊടുത്തിട്ടുള്ള ലോണിന്റെ മൊത്തം മൂല്യം നോക്കിക്കഴിഞ്ഞാൽ 2000 മുതൽ 2022 വരെയുള്ള കാലയളവിലെ മൂല്യം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം $170 ബില്യൺ വരും. പക്ഷേ ആഫ്രിക്കയ്ക്ക് കിട്ടിയിട്ടുള്ള മൊത്തം അല്ലെങ്കിൽ ആഫ്രിക്കയ്ക്കുള്ള മൊത്തം പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഡെറ്റ്, അതായത് പബ്ലിക്കായിട്ടും പ്രൈവറ്റ് ആയിട്ടുള്ള കടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ 12% മാത്രമാണ് ചൈനയിൽ നിന്ന് ആഫ്രിക്കൻ നേഷൻസ് വാങ്ങിച്ചതായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈന എന്ന് പറയുന്നത് ആഫ്രിക്കൻ കൺട്രീസിന്റെ ഒരു പ്രൈമറി ക്രെഡിറ്റർ ആണ്, അതായത് കടം കൊടുക്കുന്ന ഒരാളാണെന്ന്, ഒരു കൺട്രി ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. The 9th edition of FOCAC is scheduled to be held in Beijing from 4th to 6th September 2024. അപ്പോൾ ഈ ഒരു FOCACയുടെ 9ാമത്തെ എഡിഷൻ മീറ്റിംഗ് ബീജിങ്ങിൽ നടക്കാൻ പോവാണ്. 4th മുതൽ 6th വരെ, സെപ്റ്റംബർ 4th മുതൽ 6th വരെ നടക്കാനായിട്ട് പോവാണ്. അപ്പൊ അതാണ് ഇപ്പൊ ഇതിൽ ഈ ഒരു ഫോറത്തിനെ കുറിച്ചിട്ടുള്ള കാര്യം ഇപ്പൊ ന്യൂസിൽ വന്നതിന്റെ കാരണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഹൈക്കോർട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള കോർട്സിൽ നമുക്ക് റീജിയണൽ ലാംഗ്വേജസ് ഉപയോഗിക്കുന്നതിനുള്ള ഒരു അധികാരം അല്ലെങ്കിൽ അതിനുള്ള ഒരു അവകാശം എത്രത്തോളം ഉണ്ട്, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നോക്കുകയാണ്. റീജിയണൽ ലാംഗ്വേജസ് ഇൻ ഹൈക്കോർട്ട്. ഔട്ട് ഓഫ് India's 25 high courts, only 4, Rajasthan, Madhya Pradesh, Uttar Pradesh and Bihar, are authorized to use Hindi in their proceedings and legal documents. അതായത് ഇന്ത്യയിൽ ഇപ്പൊ നിലവിലുള്ളത് 25 ഹൈക്കോടതികളാണ്. അതിലാകെ 4 എണ്ണത്തിൽ മാത്രമാണ് റീജിയണൽ ലാംഗ്വേജസ് അവരുടെ പ്രൊസീഡിങ്സിനും ലീഗൽ ഡോക്യുമെന്റ്സ് തയ്യാറാക്കുന്നതിനൊക്കെ റീജിയണൽ ലാംഗ്വേജസ് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ഓതറൈസേഷൻ ഉള്ളൂ, ഒരു അധികാരമുള്ളൂ. ഏതൊക്കെയാണ് ആ 4 ഹൈക്കോടതികൾ? രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ. ഇതിലെ ഏറ്റവും അവസാനം ഈ ഒരു സാങ്ഷൻ കിട്ടിയത് ബീഹാർ ഹൈക്കോടതിക്കാണ്. അത് 1972 ബീഹാർ ഹൈക്കോടതിക്ക് ഈ ഒരു സാങ്ഷൻ അല്ലെങ്കിൽ ഓതറൈസേഷൻ കിട്ടുന്നത്. അതായത് 1972 ശേഷം അപ്പൊ വേറെ ഒരു ഹൈക്കോടതിക്ക് ഇങ്ങനെ റീജിയണൽ ലാംഗ്വേജസ് ഉപയോഗിക്കാനായിട്ടുള്ള അധികാരം പിന്നീട് കൊടുത്തിട്ടില്ല. Bihar was the last high court to receive authorization to use Hindi in 1972. അപ്പോൾ ഹിന്ദിയാണ് ഈ പറയുന്ന 4 ഹൈക്കോർട്ടുകളിൽ ഉപയോഗിക്കാനായിട്ട് അധികാരം കൊടുത്തിട്ടുള്ള റീജിയണൽ ലാംഗ്വേജ്. 72 അവസാനം ഈ ഒരു ഓതറൈസേഷൻ ബീഹാറിന് കൊടുക്കുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള 2 ആർട്ടിക്കിൾസിനെ കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ് കോർട്ടിൽ ഉപയോഗിക്കേണ്ട ലാംഗ്വേജിനെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആർട്ടിക്കിൾ 348(1)(a) ആണ്. അത് ലാംഗ്വേജ് ഓഫ് പ്രൊസീഡിംഗ് എന്താണെന്ന് പറയാണ്. ഇംഗ്ലീഷ് ഈസ് ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ഫോർ പ്രൊസീഡിങ്സ് ഇൻ ദി സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്സ് ആൻഡ് സ്പെസിഫൈഡ് ട്രിബ്യൂണൽസ്. അതായത് ഈ ഒരു ആർട്ടിക്കിൾ അനുസരിച്ച് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ബാക്കി ഇതിൽ പറഞ്ഞിരിക്കുന്ന ട്രിബ്യൂണലുകളിലെല്ലാം പ്രൊസീഡിങ്സിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ്
ഇംഗ്ലീഷ് ആണ്. ഓൾ റെക്കോർഡ്സ് ആൻഡ് ഓർഡേഴ്സ് മസ്റ്റ് ബി ഇൻ ഇംഗ്ലീഷ്. എല്ലാ റെക്കോർഡുകളും എല്ലാ ഓർഡറുകളും ഇംഗ്ലീഷിൽ തന്നെ വരണം എന്നാണ് 348(1)(a) എന്ന് പറയുന്ന ആർട്ടിക്കിൾ മെൻഷൻ ചെയ്യുന്നത്. ഇനി ഇതിന് ശേഷം ആർട്ടിക്കിൾ 348(2) ഉണ്ട്. യൂസ് ഓഫ് അതർ ലാംഗ്വേജസ് എങ്ങനെയാണെന്നാണ് ആ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. പ്രസിഡന്റ് മേ ഓതറൈസ് ദ യൂസ് ഓഫ് ഹിന്ദി ഓർ എനി അതർ റീജിയണൽ ലാംഗ്വേജ് ഇൻ അഡീഷൻ ടു ഇംഗ്ലീഷ്. അതായത് പ്രസിഡന്റിനാണ് ഹിന്ദിയോ അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലോ റീജിയണൽ ലാംഗ്വേജസ്, അതായത് ഇംഗ്ലീഷിനോടൊപ്പം, ഇംഗ്ലീഷ് മാറ്റി നിർത്തിയിട്ടല്ല, ഇൻ അഡീഷൻ ടു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞേക്കണം. അതായത് ഇംഗ്ലീഷിനോടൊപ്പം വേറെ ഏതെങ്കിലും ഒരു റീജിയണൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഹിന്ദി ഒരു പ്രൊസീഡിങ്സിന് വേണ്ടി, കോർട്ട് പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ഓതറൈസേഷൻ നൽകാനുള്ള അധികാരം പ്രസിഡന്റിനാണ്, രാഷ്ട്രപതിക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ആർട്ടിക്കിൾ. ഓതറൈസേഷൻ ഈസ് സബ്ജക്ട് ടു കണ്ടീഷൻ സ്പെസിഫൈഡ് ബൈ ദി പ്രസിഡന്റ്. അപ്പൊ ഈ ഓതറൈസേഷന് എന്തൊക്കെ കണ്ടീഷൻസ് കൊണ്ടുവരണം എന്നുള്ളതും പ്രസിഡന്റിന്റെ ഒരു മനോധർമ്മമാണ്. അദ്ദേഹം പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹം വെക്കുന്ന കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ് ഓതറൈസേഷൻ നൽകുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ആർട്ടിക്കിൾ 348(2). അപ്പൊ 348(1) ഇംഗ്ലീഷ് ഹൈക്കോർട്ട് അല്ലെങ്കിൽ ബാക്കി സുപ്രീം കോർട്ട് സ്പെസിഫൈഡ് ട്രിബ്യൂണൽസിന്റെ ഒക്കെ ലാംഗ്വേജ് ആക്കി വെക്കണം എന്ന് പറയുന്നതും 348(2) എന്ന് പറയുന്നത് ബാക്കി അതർ റീജിയണൽ ലാംഗ്വേജസിനെ കൊണ്ടുവരാനായിട്ട് പ്രസിഡന്റിന്റെ ഓതറൈസേഷൻ വേണം എന്ന് പറയുന്നതുമാണ്. A growing movement in India is advocating for use of regional languages in high court proceedings to make justice more accessible to common citizens. അപ്പോൾ ഈ കുറച്ച് അടുത്തിടെയായിട്ടുള്ള കാലങ്ങളായിട്ട് ഇന്ത്യയിൽ ഒരു നല്ല രീതിയിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്നത് ഹൈക്കോർട്ടിലെ പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ട് റീജിയണൽ ലാംഗ്വേജസ് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കൂടുതൽ നീതി കിട്ടും, അല്ലെങ്കിൽ കൂടുതൽ കോർട്ട് പ്രൊസീഡിങ്സിലേക്ക് ആക്സസ് കിട്ടും എന്നാണ് പറയണത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. ഈ 2 ആർട്ടിക്കിൾസ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിന്റെ റൂൾ 170യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ആ ഒരു റൂൾ 170 ഇപ്പോൾ ന്യൂസിൽ വന്നത്, എന്താണ് ആ 170യിൽ പറയുന്നത് നമുക്ക് നോക്കാം. Rule 170 was introduced in 2018 to regulate the manufacture, storage, and sale of Ayurvedic, Siddha, and Unani medicines, focusing on controlling misleading advertisements in Ayush sector. അതായത് ആയുഷ് സെക്ടറിൽ പല രീതിയിലുള്ള മിസ്ലീഡിങ്, അതായത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പല പരസ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പൊ അത്തരം മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റ്സ് ഒഴിവാക്കുക അല്ലെങ്കിൽ അതിനെ ഒരു തടയിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് 2018 ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടില് റൂൾ 17 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് കൊണ്ടുവന്ന സമയത്ത് ഇങ്ങനെ ഒരു റൂളില്ല. 2018 ഈ റൂൾ 170 എന്ന് പറയുന്നത് ഈ ആക്ടിന്റെ ഭാഗമാക്കുന്നത്. അപ്പോൾ ഇത് എന്തൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നു? ഈ ആയുർവേദിക്, സിദ്ധ, യുനാനി മെഡിസിൻസിന്റെ മാനുഫാക്ചറിങ്, സ്റ്റോറേജ്, സെയിൽ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു റൂളാണ് 170 എന്ന് പറയുന്നത്. ആയുഷ് ഡ്രഗ് മാനുഫാക്ചറേഴ്സ് മസ്റ്റ് ഒബ്റ്റെയിൻ അപ്രൂവൽ ആൻഡ് എ യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഫ്രം സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റീസ് ബിഫോർ അഡ്വർടൈസിങ് ദെയർ പ്രോഡക്ട്സ്. അപ്പൊ ഈ ആയുഷ് മരുന്നുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യണം? അവര് ഈ ഒരു ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സംസ്ഥാനങ്ങൾക്ക് അവരവരുടേതായിട്ടുള്ള സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അത്തരം ലൈസൻസിങ് അതോറിറ്റിയിൽ നിന്ന് ഈ ഒരു ഡ്രഗ് മാനുഫാക്ചറേഴ്സ് അപ്രൂവൽ എടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഡ്രഗിന് യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പറും ഈ അതോറിറ്റിയിൽ നിന്ന് വാങ്ങണം അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിന് മുൻപ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിന് മുൻപ് അപ്രൂവൽ വാങ്ങിക്കണം, അതുപോലെ തന്നെ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ വാങ്ങിക്കണം. ഈ 2 കാര്യങ്ങളും നിർബന്ധമായിട്ടും ചെയ്യണം എന്നാണ് റൂൾ 170യിൽ പറയുന്നത്. സുപ്രീം കോർട്ട് ഹാസ് റൈസ്ഡ് കൺസേൺസ് ഓവർ ദി ആയുഷ് മിനിസ്ട്രീസ് നോട്ടിഫിക്കേഷൻ which advised state licensing authorities not to take action under Rule 170 of Drugs and Cosmetics Act in the context of ongoing case against പതഞ്ജലി ആയുർവേദ്. അതായത് ഇപ്പോൾ പതഞ്ജലി ആയുർവേദ് ഇതുപോലെ തന്നെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് വന്നു എന്നുള്ള രീതിയിലൊരു കേസ് ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കേസിന്റെ പശ്ചാത്തലത്തില് റൂൾ 170 അവർക്കെതിരെ ശരിക്കും അപ്ലൈ ചെയ്യാം. പക്ഷെ ഇപ്പോൾ ആയുഷ് മിനിസ്ട്രി ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുകയാണ്. സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റീസ് റൂൾ 170യുടെ അണ്ടറിൽ ഈ പതഞ്ജലി ആയുർവേദിനെതിരെ ഒരു
കേസ് അല്ലെങ്കിൽ അതിനെതിരെയുള്ള ആക്ഷൻ എടുക്കരുത് എന്നാണ് ആയുഷ് മിനിസ്ട്രിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. പക്ഷെ ഇതിപ്പോ സുപ്രീം കോടതി ഇതിന് ഒരു കൺസേൺ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതെന്തുകൊണ്ട് അങ്ങനെ അവർക്ക് റൂൾ 170 അപ്ലൈ ചെയ്തിട്ട് ആക്ഷൻ എടുക്കരുത് എന്ന് പറയണോ എന്നുള്ള രീതിയിൽ സുപ്രീം കോടതി ഒരു കൺസേൺ റേസ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു കേസിൽ. അപ്പൊ അങ്ങനെയാണ് റൂൾ 170നെ കുറിച്ച് ഇപ്പൊ ന്യൂസിൽ വരാനുള്ള കാരണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷനെ കുറിച്ചിട്ടാണ്. അനൗൺസ്ഡ് ഇൻ ദ യൂണിയൻ ബഡ്ജറ്റ് ഓഫ് 2023-24 ആൻഡ് 24-25. അതായത് ഈ ഒരു രണ്ട് യൂണിയൻ ബഡ്ജറ്റുകളിലായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു മിഷനാണ് ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷൻ. അതിന്റെ എയിം എന്താണ്? ടു ക്രിയേറ്റ് digital public infrastructure in the agriculture sector similar to other e-governance initiatives like Aadhaar, DigiLocker, e-sign, UPI and electronic health records. അതായത് സാധാരണ നമ്മുടെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഇ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് ആയിട്ടുള്ള ആധാർ, ഡിജി ലോക്കർ, ഇ സൈൻ, UPI, ബാക്കി ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്, ഇതേപോലെയൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അഗ്രികൾച്ചറൽ സെക്ടറിലും ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോവാണ്. അതായത് അഗ്രികൾച്ചർ സെക്ടറിലും ഇതേപോലെ തന്നെ അതിന്റെ പല മേഖലകളിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുക. അതാണ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ക്രിയേറ്റ് ചെയ്യലാണ് ഈ ഒരു മിഷന്റെ ഉദ്ദേശം. ഇതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് 2817 crore ആണ് ടോട്ടൽ ഫണ്ട് പ്രതീക്ഷിക്കുന്നത്. അതിൽ 1940 crores സെന്റർ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യും. ബാക്കി സ്റ്റേറ്റുകളിൽ നിന്നും യൂണിയൻ ടെറിട്ടറീസും ആണ് ബാക്കി എമൗണ്ട് ഷെയർ ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഫണ്ട്. പിന്നെ അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഡിജിറ്റൽ മിഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് അതിന് പ്രധാനമായിട്ടൊരു 4 കമ്പോണന്റുകളിലൂടെയാണ് ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് അത് നോക്കാം. മേജർ കമ്പോണൻസ് ഓഫ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, അതാണ് DPI, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ്. ആദ്യം പറയുന്ന അഗ്രി സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. എ കോംപ്രഹെൻസീവ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇന്റഗ്രേറ്റിംഗ് വേരിയസ് അഗ്രികൾച്ചറൽ സർവീസസ്. അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട പല സർവീസുകളുണ്ട്. ആ സർവീസുകളെല്ലാനും കൂടി ഒരുമിച്ച് ഒരൊറ്റ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുക. അതും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക്, കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാ അഗ്രികൾച്ചറൽ സർവീസസും ഇന്റഗ്രേറ്റ് ചെയ്യാൻ അങ്ങനെ കൊണ്ടുവരുന്ന ആ പ്ലാറ്റ്ഫോമിനാണ് അഗ്രി സ്റ്റാക്ക് എന്ന് പറയുന്ന പേരിൽ അവര് കമ്പോണന്റ് ആയിട്ട് കൂട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ്, കൃഷി ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം പ്രൊവൈഡ്സ് ഡാറ്റ ഡ്രിവൺ ഇൻസൈറ്റ്സ് ആൻഡ് റെക്കമെൻഡേഷൻസ് ഫോർ ഫാർമേഴ്സ്. അതായത് ഒരു ഫാർമറിന് ആവശ്യമായിട്ടുള്ള പലവിധ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കുക. അതായത് ആ ഒരു ഫാർമറിന് ആവശ്യമായിട്ടുള്ള ഏതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ക്രോപ്പ്, അതിന് സോയിലിൽ എന്തൊക്കെ തരത്തിലുള്ള ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവും, അപ്പോൾ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് മാറ്റാനായിട്ട് എന്തൊക്കെ തരത്തിലുള്ള വളങ്ങൾ യൂസ് ചെയ്യാം, അങ്ങനെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സിസ്റ്റത്തിലുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഫാർമേഴ്സിന് ആവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് കൃഷി ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ഉദ്ദേശം. ഇനി അടുത്ത് സോയിൽ പ്രൊഫൈൽ മാപ്സ് ആണ്. ഡീറ്റെയിൽഡ് ഡിജിറ്റൽ മാപ്സ് ഓൺ എ 1:10,000 സ്കെയിൽ കവറിംഗ് അപ്രോക്സിമേറ്റ്ലി 142 മില്യൺ ഹെക്ടേഴ്സ്. അതായത് 142 മില്യൺ ഹെക്ടേഴ്സിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ഡിജിറ്റൽ മാപ്പ് ക്രിയേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സോയിൽ പ്രൊഫൈൽ മാപ്സിലൂടെ. 1:10,000 സ്കെയിലാണ് ഈ ഒരു മാപ്പ് അവർ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 142 മില്യൺ ഹെക്ടേഴ്സ് കവർ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ഇറ്റ് പ്രൊവൈഡ്സ് കോംപ്രഹെൻസീവ് ഇൻഫർമേഷൻ അബൌട്ട് സോയിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഹെൽത്ത്. അപ്പോൾ സോയിലിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഹെൽത്തിനെയൊക്കെ പറ്റി നല്ല രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇത്തരം മാപ്പുകൾ ഹെൽപ്പ് ചെയ്യും. അടുത്ത ഡിജിറ്റൽ ജനറൽ ക്രോപ്പ് എസ്റ്റിമേഷൻ സർവേ ആണ്. A tech-based system to provide accurate estimate of agricultural production. അതായത് കൊടുത്തിട്ടുള്ള ഇൻപുട്ടിനനുസരിച്ച് എത്രത്തോളം രീതിയിൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഉണ്ടാവും എന്നുള്ള കൃത്യമായിട്ടുള്ള എസ്റ്റിമേറ്റ് ആണ് എന്ത് ഡിജിറ്റൽ ജനറൽ ക്രോപ്പ് എസ്റ്റിമേഷൻ സർവേ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ടെക് ബേസ്ഡ് ആയിട്ടുള്ള ഈ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷന്റെ എസ്റ്റിമേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഡിജിറ്റൽ ജനറൽ ക്രോപ്പ് എസ്റ്റിമേഷൻ സർവേ എന്ന് പറയുന്നത്. ഇത്തരം 4 മേജർ കമ്പോണൻസ് ആണ് ഡിജിറ്റൽ അഗ്രികൾച്ചറൽ മിഷന് ഉള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുക. അപ്പൊ ലാസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന നമ്മുടെ സെല്ലിന്റെ പവർ ഹൗസ് ആയിട്ടുള്ള ഒരു
ഭാഗത്തിനെ കുറിച്ചിട്ടാണ്. അതും പാർക്കിൻസൺസ് രോഗത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു രോഗവും തമ്മിലുള്ള ഒരു റിലേഷൻ റിസർച്ചേഴ്സ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. എന്താണ് കാര്യം നോക്കാം. റിസർച്ചേഴ്സ് ഹാവ് സ്റ്റഡിങ് ദ റോൾ ഓഫ് മൈറ്റോകോൺട്രിയ ദ സെൽസ് പവർ ഹൗസ് ഇൻ പാർക്കിൻസൺസ് ഡിസീസ്. അതായത് പാർക്കിൻസൺസ് ഡിസീസുമായി ബന്ധപ്പെട്ട് മൈറ്റോകോൺട്രിയയുടെ റോള് എന്താണെന്നുള്ളത് റിസർച്ചേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മൈറ്റോകോൺട്രിയ എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? സെല്ലുകളുടെ പവർ ഹൗസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ദ റിസർച്ച് ടീം ഫോക്കസ്ഡ് ഓൺ എ പ്രോട്ടീൻ കോൾഡ് DRP1 വിച്ച് കൺട്രോൾസ് മൈറ്റോകോൺട്രിയൽ ഡിവിഷൻ. അതായത് മൈറ്റോകോൺട്രിയൽ ഡിവിഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോട്ടീനെ റിസർച്ചേഴ്സ് ഫോക്കസ് ചെയ്തു. അതായത് DRP1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ, അത് മൈറ്റോകോൺട്രിയൽ ഡിവിഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ്. എക്സസീവ് DRP1 ആക്ടിവിറ്റി കോസസ് മൈറ്റോകോൺട്രിയ ടു ഫ്രാഗ്മെന്റ് ലീഡിങ് ടു സെല്ലുലാർ ഡിസ്ഫങ്ഷൻ ആൻഡ് സെൽ ഡെത്ത്. അതായത് കൂടുതലായിട്ട് ഈ ഒരു പ്രോട്ടീൻ ആയിട്ടുള്ള DRP1 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുകയാണ്? മൈറ്റോകോൺട്രിയ കൂടുതലായിട്ട് ഫ്രാഗ്മെന്റ് ആവാണ്. അതായത് കൂടുതൽ ഡിവിഷൻ നടക്കും. DRP1 കൂടുതലായിട്ട് വന്നാൽ കൂടുതലായിട്ട് മൈറ്റോകോൺട്രിയയുടെ ഫ്രാഗ്മെന്റേഷൻ നടക്കും. അത് സെല്ലുലാർ ഡിസ്ഫങ്ഷനും അതുപോലെ അത് പിന്നീട് സെല്ലിന്റെ ഡെത്തിനും കാരണമാവുകയാണെന്ന് റിസർച്ചേഴ്സിന് മനസ്സിലായി. By reducing DRP1 activity in lab models of Parkinson's, including cell cultures and animal models, researchers were able to restore normal mitochondrial functions, protect neurons from disease, and improve motor functions in rats. അപ്പോൾ ഇവര് റിസർച്ച് ചെയ്യണതിന്റെ ഇടയ്ക്ക് സെൽ കൾച്ചറും അതുപോലെ അനിമൽ മോഡൽസിലുമാണ് ഈ ഒരു റിസർച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ ഈ DRP1 അളവ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈറ്റോകോൺട്രിയൽ ഡിവിഷൻ നോർമലിലേക്ക് വന്നു, അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻസ് നോർമലായിട്ട് റീസ്റ്റോർ ചെയ്യാനായിട്ട് പറ്റി. അതുപോലെ തന്നെ ന്യൂറോൺസിനെയൊക്കെ പല ഡിസീസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റി. ഇത് കുറച്ച് കൊണ്ടുവന്നു. അപ്പോൾ റാറ്റിലാണ് അവര് അനിമൽ മോഡലായിട്ട് പരീക്ഷണം നടത്തിയിരുന്നത്. റാറ്റ്സിൽ അവർക്ക് ചലിക്കാനുള്ള ആ ഒരു കഴിവ് കൂടുതൽ ഇംപ്രൂവ് ആവുന്നതായിട്ട് കണ്ടെത്തി. പാർക്കിൻസൺസ് രോഗത്തിന്റെ ഫലമായിട്ട് നമുക്ക് ന്യൂറോളജിക്കൽ ഡിസീസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ചലനശേഷിനെയൊക്കെ അത് ബാധിക്കും. അപ്പോൾ റാറ്റ്സിൽ ഈ ഒരു DRP1 അളവ് കുറച്ച് കൊണ്ടുവന്നപ്പോൾ ചലിക്കാനുള്ള ശേഷിക്ക് ഇംപ്രൂവ് ആവുന്നതായിട്ട് കണ്ടെത്തി. These findings suggest that targeting DRP1 could be promising treatment for Parkinson's disease. അതുകൊണ്ട് തന്നെ ഈ DRP1 എന്ന് പറയുന്ന പ്രോട്ടീനെ ടാർഗറ്റ് ചെയ്ത് കൂടുതലായിട്ട് പഠനം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് പാർക്കിൻസൺസ് ഡിസീസിന്റെ ട്രീറ്റ്മെന്റിന് ഒരു നല്ലൊരു പരിഹാരമായിരിക്കും എന്നുള്ളതാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത്. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.